ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. ഇന്ന് ജനുവരി 21 ഞായറാഴ്ച, മകരം 7. 100 ന്യൂസ് തുടങ്ങുന്നു. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നാളെ. ഇന്ന് അനുബന്ധ പൂജകൾ. കലശ ചടങ്ങുകൾക്ക് നൂറുകണക്കിന് സന്യാസിമാർ നേതൃത്വം നൽകും. ശക്തമായ സുരക്ഷയ്ക്കിടെ പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിലെത്തും. ഭാരത് ന്യായ് യാത്ര ഇന്ന് അരുണാചൽ പ്രദേശ്, അസം സംസ്ഥാനങ്ങളിൽ. രാവിലെ ന്യോക്കം ലപ്പാങ്ങിൽ നിന്ന് പര്യടനം തുടങ്ങും. ചൈന വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് അതിക്രമം വർദ്ധിച്ചിട്ടും സർക്കാർ നോക്കുകുത്തിയെന്ന് ജയറാം രമേശ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വീരമൃത്യു വരിച്ച സൈനികരെ അപമാനിക്കുന്നതാണെന്നും വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ്. പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾ തേടി KPCCയുടെ പബ്ലിക് മീറ്റിംഗ് ഇന്ന്. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ MP പങ്കെടുക്കും. തൃശൂരിൽ അടുത്ത മാസം 4-ന് മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കുന്ന മഹാസമ്മേളനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യൂത്ത് ലീഗിന്റെ മഹാറാലി ഇന്ന്. റാലി സംഘടിപ്പിക്കുന്നത് വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. തെലങ്കാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ധനസരി അനസൂയ സീതാക്ക മുഖ്യ അതിഥിയാകും. അറ്റകുറ്റപ്പണി നടത്തിയ വീടിന് ഭീമമായ സെസ് ചുമത്തിയതിനെതിരെ പരാതി നൽകിയ കർഷകന് ഭീഷണി. കണ്ണൂർ കീഴകം സ്വദേശി തോമസിന്റെ വീട് ആക്രമിച്ചു. മതിലിൽ സ്ഥാപിച്ച വൈദ്യുത വിളക്കുകൾ തകർത്തു. പോലീസിൽ പരാതി നൽകി. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ അയവില്ല. ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സിനഡ് സർക്യുലർ ഇന്ന് പള്ളികളിൽ വായിക്കില്ലെന്ന് വിമത വിഭാഗം. കുർബാനയ്ക്കിടെ സർക്യുലർ വായിക്കണമെന്ന നിർദ്ദേശം തള്ളി. മണ്ഡല മകരവിളക്കുത്സവം പൂർത്തിയാക്കി. ശബരിമല നട അടച്ചു. പന്തളം കൊട്ടാരത്തിലെ അംഗം മരിച്ചതിനാൽ രാജപ്രതിനിധിയുടെ നേതൃത്വത്തിൽ നടക്കേണ്ട ആചാരപരമായ ചടങ്ങുകൾ ഒഴിവാക്കി. കുംഭമാസ പൂജകൾക്കായി അടുത്ത മാസം 13-ന് വീണ്ടും നട തുറക്കും. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടരുന്നു. പണമിടപാടുകളുടെയും നിക്ഷേപകരുടെയും പൂർണ്ണ വിവരങ്ങൾ കണ്ടെത്താൻ പോലീസ്. 1-ാം പ്രതി വസീം വിദേശത്തേക്ക് കടന്നതായി സ്ഥിരീകരണം. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ രൂപം നൽകും. എക്സാലോജിക് CMRL ഇടപാടിൽ ROC പിടിമുറുക്കിയതോടെ പ്രതിസന്ധിയിലായി ഇടത് ക്യാമ്പ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിരോധിക്കാൻ CPIM. വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ദുരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ജോർദൻ നദിക്ക് പടിഞ്ഞാറുള്ള മേഖലയിലെ നിയന്ത്രണത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നെതന്യാഹു. ഗസയിൽ മരണസംഖ്യ 25,000 പിന്നിട്ടു. ഒക്ടോബർ 7-ന് ഹമാസ് ബന്ദികളാക്കിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി തെക്കൻ ഗസയിൽ ലഘുലേഖകൾ വിതരണം ചെയ്ത് ഇസ്രായേൽ. ആലപ്പുഴയിൽ BJP നേതാവ് രൺജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി നാളെ. വിധി പ്രസ്താവിക്കുക മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. കേസിൽ ആകെയുള്ളത് 15 പ്രതികൾ. ബിൽക്കിസ് ബാനോ കൂട്ടബലാത്സംഗ കേസിലെ 11 പ്രതികൾക്കും ജയിലിൽ കീഴടങ്ങാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഈ മാസം 8-ലെ ഉത്തരവ് പ്രകാരം 2 ആഴ്ചയാണ് സുപ്രീം കോടതി പ്രതികൾക്ക് നൽകിയത്. ഇന്ത്യ ബാഡ്മിന്റൺ ഓപ്പണിൽ കിരീടം ലക്ഷ്യമിട്ട് ചിരാഗ് സാത്വിക് സഖ്യം ഇന്നിറങ്ങും. ഫൈനലിൽ ഇന്ത്യൻ സഖ്യത്തിന്റെ എതിരാളി ദക്ഷിണ കൊറിയ. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സയിൽ ഇരിക്കെ മരിച്ച വയോധികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മക്കൾ എത്താത്തതിനാൽ പോലീസിന്റെ നേതൃത്വത്തിൽ കുമളിയിലെത്തിച്ച് നാട്ടുകാരുടെ സഹായത്തോടെ സംസ്കരിക്കാനാണ് തീരുമാനം. അട്ടപ്പള്ളം ലക്ഷം വീട് കോളനിയിലെ അന്നക്കുട്ടി മാത്യുവാണ് മരിച്ചത്. ചോക്കുപൊടി അക്കാഡമിക് കോൺഗ്രസിന് വടകരയിൽ തുടക്കം. വടകര അധ്യാപക കൂട്ടായ്മയുടെയും ടീച്ചേഴ്സ് ക്ലബ്ബ് കോലഞ്ചേരിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി. വിവിധ ജില്ലകളിൽ നിന്നായി 350-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം അഴൂർ പെരിങ്ങുടി റോഡ് തകർന്ന നിലയിൽ. യാത്രക്കാർ ദുരിതത്തിൽ. റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് കാരണം അധികൃതരുടെ അനാസ്ഥയെന്ന് വിമർശനം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂരിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകരായ ഹാഷ്മി താജ് ഇബ്രാഹിം, അനു ബാലചന്ദ്രൻ, അഭിലാഷ് മോഹൻ, സ്മൃതി പരുത്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു.
ചെങ്ങന്നൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പഴകിയ ഭക്ഷണവും പിടിച്ചെടുത്തു. 4 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു. കൈ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി ഫരീദാബാദ് അമൃത ആശുപത്രി. 64 വയസ്സും 19 വയസ്സും പ്രായമുള്ളവർക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. നേരത്തെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗിക്ക് കൈ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തുന്നത് രാജ്യത്ത് തന്നെ ഇതാദ്യമായാണെന്ന് ഫരീദാബാദ് അമൃത ആശുപത്രി പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മോഹിത് ശർമ്മ. നവീകരിച്ച കൊല്ലം കുളക്കട ഇളങ്ങമംഗലം തൂക്കുപാലം ഉദ്ഘാടനത്തിനായി ഒരുങ്ങുന്നു. നാളെ മന്ത്രി കെ എൻ ബാലഗോപാൽ തൂക്കുപാലം നാടിന് സമർപ്പിക്കും. പാലം നവീകരിച്ചത് 54 ലക്ഷം രൂപ ചെലവഴിച്ചു. പത്തനംതിട്ട പാമ്പൂരിപ്പാറയിലെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്നു. പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാൻ നടപടിയായി. ഉദ്യോഗസ്ഥരെത്തി സ്ഥല ദൂര പരിശോധനകൾ നടത്തി. ആലപ്പുഴ എടത്വയിൽ പാടശേഖരത്ത് വെള്ളം കയറ്റാൻ മാർഗമില്ലാതെ നെൽച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു. തലവടി കൃഷിഭവൻ പരിധിയിൽ വരുന്ന 88 പാടശേഖരത്തെ നെൽച്ചെടികളാണ് നശിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. പട്ടാമ്പി സ്വദേശികളായ അൻസിൽ, അതുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ മട്ടാഞ്ചേരി വില്ലേജ് ഓഫീസ്. ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ വലഞ്ഞ ജനം. പ്രതിസന്ധിക്കിടയാക്കിയത് 5 ഉദ്യോഗസ്ഥരിൽ 2 പേരെയും സ്ഥലം മാറ്റിയത്. കോഴിക്കോട് കൂത്താളി ജില്ലാ കൃഷി ഫാമിൽ കാട്ടാനക്കൂട്ടം വീണ്ടും കൃഷി നശിപ്പിച്ചു. വാഴ, ജാതി എന്നിവയാണ് നശിപ്പിച്ചത്. സന്തോഷ സൂചിക ഉയർത്തി സാംസ്കാരിക വിജ്ഞാന നഗരമാക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ബത്തേരി നഗരസഭ. ശുചിത്വമുള്ള നാൽക്കവലകൾ, റോഡ് വികസനം, വയോജന ഭിന്നശേഷി സൗഹൃദ നഗരസഭ തുടങ്ങിയ പദ്ധതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യം. കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംസ്ഥാനതല ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അഭിഷേക് പി, ജെറമിയ, ബെൻ ഡാനിയൽ, ശിവരഞ്ജിനി PV എന്നിവരാണ് 1ാം സ്ഥാനം നേടിയത്. 20,000 രൂപയും പ്രശസ്തി പത്രവും വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. തൃശൂർ ചെറുതുരുത്തിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. 2 പേർക്ക് പരിക്ക്. അപകടം ചെറുതുരുത്തി ചുങ്കം സെന്ററിൽ. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി പിഞ്ചു കുഞ്ഞിന് ദാരുണാന്ത്യം. കോഴിക്കോട് ഒളവണ്ണ സ്വദേശി മുനീർ ഫാത്തിമ സന ദമ്പതികളുടെ മകൻ മുഹമ്മദ് അയാസാണ് മരിച്ചത്. കോഴിക്കോട് പിതാവിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പാലാഴി സ്വദേശി മീത്തൽ രഞ്ജിത്താണ് മരിച്ചത്. പിതാവ് രാജേന്ദ്രൻ റിമാൻഡിൽ. വാക്കേറ്റത്തിനിടെ രാജേന്ദ്രൻ മകനെ കല്ലുപയോഗിച്ച് തലക്കടിക്കുകയായിരുന്നു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം ഈ മാസം 24-ന്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ വിമൻസ് ഹോസ്റ്റലിൽ റെസിഡന്റ് കുക്ക് തസ്തികയിൽ ഒഴിവ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 20. പത്തനംതിട്ട ചിറ്റാർ മൺപിലാവ് ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ 10 മണിക്ക്. കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് വിഭാഗത്തിൽ അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം നാളെ. കുട്ടനാട് പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 29-ന്. പത്തനംതിട്ട ആരോഗ്യ കേരളം പദ്ധതിയിൽ സ്റ്റാഫ് നഴ്സ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. പെരുമ്പാവൂർ വാഴക്കുളം പഞ്ചായത്തിൽ കരാറടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് നഴ്സിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 27 വരെ അപേക്ഷിക്കാം. ദേശീയ വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജി ബോംബെ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജി പരിഗണിക്കുക ജസ്റ്റിസുമാരായ GS കുൽക്കർണിയും നീല ഗോഖലെയും അടങ്ങുന്ന പ്രത്യേക ബെഞ്ച്. തമിഴ്നാട്ടിൽ DMK യുവജന വിഭാഗത്തിന്റെ 2ാമത് സംസ്ഥാന സമ്മേളനം ഇന്ന്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വിദ്യാഭ്യാസ നയം, സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും.
ബീഹാർ മന്ത്രിസഭയിലെ വകുപ്പുകളിൽ മാറ്റം. അലോക് കുമാർ മെഹ്ത വിദ്യാഭ്യാസ മന്ത്രിയാകും. റവന്യൂ വകുപ്പ് ലളിത് കുമാർ യാദവിന്. ഉത്തർപ്രദേശിൽ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായി ചർച്ചകൾ നടത്താൻ സമാജ്വാദി പാർട്ടി. കോൺഗ്രസുമായി കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് അഖിലേഷ് യാദവ്. സീറ്റ് തീരുമാനത്തിലെ മാനദണ്ഡം വിജയമാണെന്നും അഖിലേഷ്. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി അസം മുഖ്യമന്ത്രി. ഗാന്ധി കുടുംബത്തെക്കാൾ വലിയ അഴിമതിക്കാരാകാൻ മറ്റാർക്കും കഴിയില്ലെന്ന് തിരിച്ചടിച്ച് ഹിമന്ത ബിശ്വ ശർമ്മ. നാഷണൽ ഹെറാൾഡ് 2G അഴിമതി, ഭോപ്പാൽ ദുരന്തം എന്നിവയിൽ ഗാന്ധി കുടുംബത്തിന് പങ്കുണ്ടെന്നും വിമർശനം. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ച് BJP. ബൂത്തുതല പ്രചാരണം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിനെ രാജ്യം ആഗ്രഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി. ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 നക്സലുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലുണ്ടായത് ബിജാപൂർ ജില്ലയിൽ. കൊല്ലപ്പെട്ടവരിൽ 2 സ്ത്രീകളും. ഭൂമി തട്ടിപ്പ് കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീട്ടിലെ ചോദ്യം ചെയ്യൽ 7 മണിക്കൂറിലധികം നീണ്ടു. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹേമന്ത് സോറൻ. ഹിമാചൽ പ്രദേശിൽ നേരിയ ഭൂചലനം. 3 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് കിന്നൌറിൽ. ഗുജറാത്തിലെ വഡോദര ബോട്ട് അപകടത്തിൽ 18 പ്രതികൾക്കെതിരെ FIR. 6 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് കമ്മീഷണർ അനുപം സിംഗ് ഗെലോട്ട്. തോക്ക് വൃത്തിയാക്കുന്നതിനിടെ വെടിയേറ്റ് CISF ജവാൻ കൊല്ലപ്പെട്ടു. കോൺഗ്രസ് MP രവനീത് സിംഗിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് സിംഗ് ആണ് മരിച്ചത്. പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ ആവശ്യമരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ. തീരുമാനം നായകളുടെ ആക്രമണം പ്രതിദിനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഫ്രഞ്ച് വ്യോമസേനയും പങ്കെടുക്കും. കർത്തവ്യ പഥിൽ നടന്ന ഫ്ലൈ പാസ്റ്റ് റിഹേഴ്സലിൽ ഫ്രഞ്ച് വ്യോമസേനയും പങ്കെടുത്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹി വിമാനത്താവളത്തിൽ ഭാഗിക അവധി. രാവിലെ 10:20 മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ വിമാന സർവീസുകൾ ഉണ്ടായിരിക്കുന്നതല്ല. അവധി ഈ മാസം 26 വരെ തുടരും. കോൺഗ്രസ് നേതാവ് അശോക് തൻവാർ BJPയിൽ ചേർന്നു. അംഗത്വം സ്വീകരിച്ചത് ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിൽ നിന്ന്. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം അടുത്ത മാസം 2 മുതൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ആഴ്ചയിൽ 6 ദിവസവും പൂന്തോട്ടം സന്ദർശിക്കാം. ഇന്ത്യ പാക് അതിർത്തിയിൽ ആയുധവേട്ട. AK-47 തോക്കുകളും വെടിയുണ്ടകളും പിടിച്ചെടുത്ത് BSF. 2 പേർ പിടിയിൽ. രാജ്യാന്തര വാർത്തകൾ. സിറിയയിൽ ഇസ്രായേൽ ആക്രമണമുണ്ടായത് ദമസ്കസിലെ ഇറാന്റെ രഹസ്യാന്വേഷണ കേന്ദ്രത്തിൽ. 5 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട്. വിവിധ നാടുകളിൽ ജയിലിൽ കഴിയുന്ന ഇസ്രായേലികളിൽ 80% പേരും രാജ്യത്തേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇസ്രായേൽ ചാനലായ CAN TV. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഹസൻ മഹ്മൂദുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഉഗാണ്ടയിലെ കമ്പാലയിൽ നടന്ന ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച. പൗരത്വം നേടുന്നതിനുള്ള കാലാവധിയിൽ ഇളവ് വരുത്തി ജർമ്മനി. കാലാവധി 8 വർഷത്തിൽ നിന്ന് 5 വർഷമായി കുറച്ചു. ചൈനയിലെ ബോർഡിംഗ് സ്കൂളിൽ തീപിടുത്തം. 13 മരണം. തീപിടുത്തമുണ്ടായത് ആൺകുട്ടികളുടെ ഡോർമെട്രിയിൽ. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പുത്തൻ ചുവടുവയ്പുമായി ഒമാൻ പോലീസ്. സ്മാർട്ട് റഡാറുകൾ സ്ഥാപിച്ചു തുടങ്ങി. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ തുടങ്ങിയവ കണ്ടെത്താൻ കഴിയും. കോവിഡിന് ശേഷം സൗദിയിലെത്തിയ വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. റിപ്പോർട്ട് പുറത്തുവിട്ടത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. ബിസിനസ് ന്യൂസ്. IPLന്റെ മുഖ്യ സ്പോൺസറായി ടാറ്റ ഗ്രൂപ്പ് തുടരും. IPLുമായി കമ്പനി കരാർ പുതുക്കിയതായി റിപ്പോർട്ടുകൾ. 2023-24 സാമ്പത്തിക വർഷത്തെ ഒക്ടോബർ-ഡിസംബർ പാദ ഫലങ്ങൾ പ്രഖ്യാപിച്ച് പേടിഎം. കമ്പനിയുടെ വരുമാനം 38% ഉയർന്ന് 2850.5 കോടി രൂപയിലെത്തി. ജാഗ്രത് കൊടേച്ച പെപ്സിക്കോ ഇന്ത്യയുടെ പുതിയ CEO ആകും. മാർച്ചിൽ ചുമതല ഏറ്റെടുക്കും. ദാവോസിൽ 3.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപങ്ങൾക്കുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ച് മഹാരാഷ്ട്ര സർക്കാർ. 2 ലക്ഷം തൊഴിലവസരങ്ങൾക്ക് സാധ്യത. വിങ്സ് ഇന്ത്യയുടെ മികച്ച എയർപോർട്ട് അവാർഡ്
ബംഗളൂരു ഡൽഹി വിമാനത്താവളങ്ങൾക്ക് ഹൈദരാബാദിൽ നടന്ന അവാർഡ് ചടങ്ങിൽ വ്യോമയാന മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. നോയിഡ വിമാനത്താവളത്തിനായുള്ള അധിക ഭൂമി ഏറ്റെടുക്കൽ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. 4326 കോടി രൂപയാണ് ചെലവ്. റോൾസ് റോയ്സിന്റെ ആദ്യത്തെ ഇലക്ട്രിക് കാർ സ്പെക്ടർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. വാഹനത്തിന്റെ എക്സ് ഷോറൂം വില 7.5 കോടി രൂപ. സ്പോർട്സ് ന്യൂസ്. സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 2ാം തോൽവി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് പരാജയപ്പെട്ടത് 1-4 ഗോളിന്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ ലീഡ് ഉയർത്താൻ മുംബൈ. 2ാം ഇന്നിംഗ്സിൽ മുംബൈക്ക് മികച്ച തുടക്കം. ജയ് ബിസ്തയ്ക്ക് അർദ്ധ സെഞ്ചുറി. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ബംഗ്ലാദേശിനെ 84 റൺസിന് പരാജയപ്പെടുത്തി. അർദ്ധ സെഞ്ചുറി നേടിയ ആദർശ് സിംഗ് കളിയിലെ താരം. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. തായ്ലൻഡ് ഒമാനെയും സൗദി അറേബ്യ കിർഗിസ്ഥാനെയും നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ ലിവർപൂൾ ഇന്നിറങ്ങും. എതിരാളികൾ ബേൺമൌത്ത്. മത്സരം രാത്രി 10 മണിക്ക് ഡീൻ കോർട്ടിൽ. സ്പാനിഷ് ലീഗിൽ ഇന്ന് വമ്പന്മാർ കളത്തിൽ. റയൽ മാഡ്രിഡ് അൽമെരിയെ നേരിടും. ബാഴ്സലോണയുടെ എതിരാളികൾ റയൽ ബെറ്റിസ്. ഇന്ത്യ ഓപ്പണിൽ മലയാളി താരം HS പ്രണോയ് ഫൈനൽ കാണാതെ പുറത്ത്. സെമിയിൽ ചൈനീസ് താരത്തോട് പരാജയപ്പെട്ടു. ഷീ യുക്വിയുടെ ജയം നേരിട്ടുള്ള സെറ്റുകൾക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ലോക 1ാം നമ്പർ താരം ഇഗ സ്വിയാറ്റിക്കിന് തിരിച്ചടി. ലിൻഡ നോസ്കോവയോട് പരാജയപ്പെട്ടു. പോളിഷ് താരത്തിന്റെ തോൽവി ആദ്യ സെറ്റ് സ്വന്തമാക്കിയതിനു ശേഷം. 100 ന്യൂസിലേക്ക് തിരികെ നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. കോട്ടയം നസീർ, സണ്ണി ജോസഫ്, പ്രമോദ് വെള്ളിനാട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനീഷ് ഉദയ് സംവിധാനം ചെയ്യുന്ന ജെറി റിലീസിനായി ഒരുങ്ങുന്നു. ചിത്രം ഫെബ്രുവരി 9 മുതൽ തിയേറ്ററുകളിൽ കാണാം. ഫാക്ട് ചെക്ക്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിവസം കേരളത്തിൽ വൈദ്യുതി മുടങ്ങുമെന്ന് വ്യാജ പ്രചാരണം. KSEB അറിയിപ്പ് എന്ന രീതിയിലാണ് വാർത്ത പ്രചരിക്കുന്നത്. വാസ്തവത്തിൽ KSEB ഈ രീതിയിൽ ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. ലേറ്റസ്റ്റ് ന്യൂസ്. അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി ഡൽഹി എയിംസിനും റാം മനോഹർ ലോഹ്യ ആശുപത്രിക്കും നാളെ അർദ്ധ അവധി. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി ആശുപത്രി അധികൃതർ. പടിഞ്ഞാറൻ ഇറാഖിലെ US സൈനിക താവളത്തിൽ ഇറാൻ പിന്തുണയുള്ള വിമതരുടെ ആക്രമണം. ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി US സൈന്യം. നിരവധി സൈനികർക്ക് പരുക്കേറ്റു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ 10 ദിവസത്തെ ബജറ്റ് സമ്മേളനം ഫെബ്രുവരി 2 മുതൽ. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വിവിധ ക്ഷേമ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കും. കുനാർ അതിർത്തിയിൽ പാക് താലിബാൻ സൈനികർ ഏറ്റുമുട്ടി. 3 സൈനികർ കൊല്ലപ്പെട്ടു. അതിർത്തി ലംഘിച്ചെത്തിയ താലിബാൻ സൈന്യത്തിനു നേരെ പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തുകയായിരുന്നു. ബ്രസീലിലെ ഇപ്പിക്സുനയിൽ ഭൂചലനം. 6.6 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പുകളില്ല. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. തങ്ങളുടെ പൗരന്മാരെ സൈന്യത്തിലെടുക്കരുതെന്ന് റഷ്യയോട് അഭ്യർത്ഥിച്ച് നേപ്പാൾ. 200ഓളം നേപ്പാളുകാരാണ് യുദ്ധരംഗത്ത് ഉണ്ടായിരുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന വിദേശികൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പൗരത്വം വാഗ്ദാനം ചെയ്തിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിക്കി ഹാലി തന്റെ റണ്ണിംഗ് മേറ്റ് ആകില്ലെന്ന് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിക്കിക്ക് അത്ര കഴിവില്ലെന്ന് ട്രംപ്.